सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। എല്ലാ സാധകർക്കും പ്രണാമം. ഹരിയോ ഓം നമോ നാരായണ. എല്ലാവരും നന്നായി ഭഗവാനോടും ഗുരുപരമ്പരയോടും പ്രാർത്ഥിക്കുക. ബൃഹദാരണ്യ ഉപനിഷത്ത് കേൾക്കാനും അത് ഇഷ്ടത്തോടെ പഠിക്കാനും ഉള്ള മനോബലവും ശരീരബലവും നൽകണേ, മനസ്സിലാകാൻ സാധിക്കണേ. കാരണം ഇനി നമ്മൾ സൂക്ഷ്മതയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ പ്രാർത്ഥന ഉപാസന വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അധ ശുക്ലയജുർവേദീയ കാണ്വശഃ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം പ്രഥമ അധ്യായം ഉപാസനാ പ്രകരണം നമ്മൾ കണ്ടു. ഉപാസന എന്തിനാണ് എന്ന് ചർച്ച ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത് അല്ലേ. ഞാനൊരു ചിത്രം അയച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ. എല്ലാവരും അത് സമയം പോലെ എഴുതിയെടുക്കണം. എഴുതിയെടുത്തവരാണെങ്കിൽ ദയവായി ഇതുമായിട്ട് താരതമ്യം ചെയ്ത് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ എഴുതുക. സംസ്കൃതത്തിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഭാഷയാണോ കൂടുതൽ അഭികാമ്യം അത് തന്നെ എഴുതിയെടുക്കുക. നമ്മൾ കണ്ടിരുന്നു നിഷ്കാമമായ ഉപാസന വേണമെന്നാണ് പ്രഥമ അധ്യായം. ഒരു അധ്യായം മുഴുവൻ, അതായത് 6 ബ്രാഹ്മണങ്ങൾ മുഴുവൻ യാജ്ഞവൽക്യ മഹർഷി വിവിധങ്ങളായ ഉപാസന പറയുകയായിരുന്നു. അപ്പോൾ 1ഉം 2ഉമല്ല 6 ബ്രാഹ്മണം. അതിൻ്റെ അർത്ഥം ഉപാസന അത്രയും മാത്രം പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു നക്ഷല്, അതിൻ്റെ ഒരു താല്പര്യം കാണുകയാണ് ചെയ്തത്. നമ്മളെ സംബന്ധിച്ച്
യാജ്ഞവൽക്യ മഹർഷി ത്രേതായുഗത്തിൽ ഉപദേശിച്ച ഉപാസനകൾ ചെയ്യുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഭഗവാൻ ശങ്കരാചാര്യസ്വാമി തന്നെ തൻ്റെ കലിയുഗത്തിൽ ശങ്കര ഭാഷ്യത്തിൽ ബൃഹദാരണ്യ ഉപനിഷത്ത് ഭാഷ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാരും അതിലേക്ക് പോകാൻ മെനക്കെടണ്ട. കാരണം ഈ ജന്മം കൊണ്ട് സാധിക്കില്ല അശ്വമേധ യാഗാദി ഉപാസനകൾ അനുഷ്ഠിക്കുക. ഒരു യാഗം ഒരു ജന്മം കാണാൻ സാധിക്കുന്നത് തന്നെ ഭാഗ്യം. അപ്പം അത് സാധിക്കാത്തതുകൊണ്ട് നമ്മളോട് പറഞ്ഞു, ഏത് ഉപാസനയാണോ നമ്മൾ വർഷങ്ങളായി തുടരുന്നത് അത് തുടരുക. പക്ഷെ നമ്മുടെ ഇൻറ്റൻഷൻ എന്തായിരിക്കണം? നിഷ്കാമമായിരിക്കണം. എനിക്കിനി ഭൗതികമായിട്ടൊന്നും വേണ്ട ആവശ്യമില്ല, എനിക്ക് അതിനോട് ആഗ്രഹവുമില്ല, ഇച്ഛയുമില്ല. അതുകൊണ്ട് ഞാൻ നിഷ്കാമമായി ഉപാസിക്കുന്നു. എന്തിനു വേണ്ടി? എൻ്റെ സാധനയ്ക്ക് ഉതകുന്നതായ ഫലങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. എന്തൊക്കെയായിരുന്നു ആ ഫലങ്ങൾ? ചിത്തശുദ്ധി നമ്മൾ കണ്ടു അല്ലേ? ചിത്തശുദ്ധി നമ്മളെ എന്തിലേക്ക് നയിക്കും അല്ലേ? നിങ്ങൾ അത് എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കുക അല്ലേ? ചിത്തശുദ്ധി. പിന്നെന്തായിരുന്നു? നിഷ്കാമ ഉപാസന. ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. നിഷ്കാമ ഉപാസന നമ്മളെ ചിത്തശുദ്ധി ആരംഭപ്രാപ്തിയിലേക്കേ നയിക്കുകയുള്ളൂ. ചിത്തശുദ്ധി മുഴുവനായിട്ട് കിട്ടില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത. അതായത് ഉപാസന ചെയ്യാൻ തുടങ്ങിയാൽ കുറച്ച് കുറച്ചായിട്ട് അല്ലേ? ഭഗവാൻ രമണ മഹർഷി തൻ്റെ ഉപദേശസാരം എന്ന പ്രകരണ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ആജ്യധാരയാ സോദസാകൃതം ജ്വാലപക്ഷിവത് രോധസാധനം. അതായത് ആജ്യധാരയാണ് നെയ്യ് എങ്ങനെ നമ്മൾ ഇറ്റിറ്റിറ്റിറ്റ് ഹോമകുണ്ടത്തിലേക്ക് വീഴുന്നു, അതുപോലെ കുറച്ച് കുറച്ചായിട്ടേ കിട്ടുകയുള്ളൂ എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ചിത്തശുദ്ധി ആരംഭപ്രാപ്തി എന്ന് അവിടെ കണ്ടത്. അതായത് നമുക്കത് മനസ്സിലാകാൻ തുടങ്ങും. എൻ്റെ മനസ്സ് ശുദ്ധമാകുന്നത് എങ്ങനെ? നിഷ്കാമ ഉപാസനയുടെ ഫലമായി. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ കുറയും, കാമക്രോധാദികൾ കുറയും, ദേഷ്യം കുറയും ഇത്യാദികൾ. നമ്മൾ 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ചിത്തശുദ്ധി ആരംഭപ്രാപ്തി. പിന്നെ അത് കഴിഞ്ഞ് എന്താ കിട്ടുന്നത്? എല്ലാവരും ഇത് കാണാണ്ട് പഠിക്കണം. ഈ വാക്ക് എപ്പോഴും മനനം ചെയ്യുകയും ചെയ്യണം. എന്താണ്? ശ്രവണ സൗകുമാര്യത്വ അധികാരപ്രാപ്തി. എനിക്ക് എപ്പോഴും കേട്ടോണ്ടിരിക്കാൻ, അത് ഭഗവത് കഥകൾ, ഭഗവത് ലീലകൾ, ശ്രുതി മാതാവിൻ്റെ വചനങ്ങൾ, മഹത് വചനങ്ങൾ, സത്സംഗങ്ങൾ, പ്രഭാഷണങ്ങൾ ഇത്യാദികളോട് കൂടുതൽ അഭിനിവേശം ഞാൻ അറിയാതെ തന്നെ എന്നിൽ വളരുന്നത് നമുക്ക് സാക്ഷിയായി കാണാൻ സാധിക്കും. ശ്രവണ സൗകുമാര്യത്വം. പിന്നെ അതെന്തിലേക്ക് നയിക്കും? സാധന ചതുഷ്ടയ സമ്പത്തി അധികാരപ്രാപ്തിയിലേക്ക് നയിക്കുമെന്ന് നമ്മൾ കണ്ടു. അതായത് ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഒരു ഗുഹയിൽ പോയി തപസ്സരിക്കേണ്ട കാര്യം വരില്ല. അവിടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ഒറ്റയ്ക്കിരിക്കേണ്ട കാര്യം വരില്ല. നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഈ അധികാരങ്ങൾ ക്ഷമ, ദമ, വിവേകം, വൈരാഗ്യം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം, മുമുക്ഷുത്വം ഇത്യാദികളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ വളരുന്നതായിട്ട്. എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ എത്ര 2 കിലോ 3 കിലോ ഒക്കെ അല്ലേ ഉള്ളൂ അല്ലേ? ആ കുട്ടി അമ്മേൻ്റെ പാല് കുടിച്ച് അല്ലേ വളർന്ന് നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രുതി മാതാവിനെ ആശ്രയിച്ച് നമ്മുടെ കൺമുന്നിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ അധികാരങ്ങൾ വളരുന്നത്. അത് നമ്മൾ കണ്ടു. പിന്നെ ഈ അധികാരം നമ്മളെ മനനശീലരാക്കി മാറ്റും അല്ലേ? അതായത് എപ്പോഴും ഈശ്വരനെ ചിന്തിക്കാൻ ഉള്ള ഒരു ഭാവം വളരും. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് രാവിലെ 4 മുതൽ 5 വരെ മാത്രം ഞാൻ ചിന്തിക്കുക, അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും ഏതൊരു സമയത്തും ഒരു എന്താ പറയുക, ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നല്ലോ ചെറുപ്പത്തിലൊക്കെ നമുക്ക് അല്ലേ? സന്ധ്യയ്ക്ക് നാമം ചെല്ലണം, അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകണം. ആ സമയത്തൊക്കെ അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ചുറ്റുപാടിൽ നിന്നും നമ്മൾ ഏത് സമയവും നമുക്ക് എപ്പോഴൊക്കെ സാധിക്കും, യാത്ര ചെയ്യുമ്പോഴായിക്കോട്ടെ, ഏതൊരു സാഹചര്യത്തിനെ കുറ്റം പറയാണ്ടിരിക്കും. അതാണ് അല്ലെ? എനിക്ക് സാഹചര്യം ഇല്ല ഭഗവാനെ ചിന്തിക്കുക എന്നുള്ള.
അല്ലേ? എനിക്ക് മറ്റു പല കാര്യങ്ങൾ വ്യാപൃതരാണ്, അല്ലേ? പുതിയ തലമുറ പറയുന്ന സമയമില്ല എന്നുള്ളത്. ആ ഒരു പരാതി ഇല്ല എനിക്ക്. എപ്പോഴും ഏത് സാഹചര്യത്തിലും ഈശ്വര ചിന്തനം, അതാണ് മനനം. അത് നമ്മൾ കണ്ടു. ആ മനനം നമ്മളെ ചിത്തവിശാലതയിലേക്ക്, ഇതൊക്കെ ഓരോ ടെർമിനോളജിയാണ്. ചിത്തവിശാലത എന്ന് വെച്ചാൽ മനസ്സ് വിശാലമാകും, എല്ലാറ്റിലും ഈശ്വരനെ കാണാനുള്ള കഴിവ് പ്രാപ്ത്യമാകും. ആ കഴിവിനെയാണ് ശാസ്ത്രം വിളിക്കുന്ന പേരാണ് കാരകദൃഷ്ടി എന്ന്. കാരകദൃഷ്ടിയാണ് മോക്ഷമെന്ന് നമ്മൾ കണ്ട്. ഈ രണ്ട് വാക്കുകൾ നമ്മൾ പുതിയതായിട്ട് പഠിച്ചത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എല്ലാവരും ഓർത്തു വെക്കണം. ഒന്ന് ശ്രവണ സൗകുമാര്യം, രണ്ട് കാരകദൃഷ്ടി. ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. അങ്ങനെ നമ്മൾ കണ്ടു. 16-17 മന്ത്രങ്ങൾ നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. അധ ശുക്ല യജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യോപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം, പിന്നെ പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം ഷോഡശ മന്ത്രം 16ാമത്തെ മന്ത്രം. സഹോവാച അജാതശത്രുഃ യത്ര ഏഷഃ ഏതത് സുപ്തഃ അഭൂത് യഹ ഏഷഃ വിജ്ഞാനമയഃ പുരുഷഃ കോ ഏഷഃ തദാ അഭൂത് കുതഃ ഏതത് ആഗാദിതി തദ് ഹ ന മേനേ ഗാർഹ്യഃ. 15ാമത്തെ മന്ത്രം വരെ എന്തായിരുന്നു? ഇവർ തമ്മിലുള്ള ഉപാസന സംവാദം കഴിഞ്ഞിരുന്നു. നമ്മൾ കണ്ടിരുന്നു മുഖ്യഫല അവാന്തര ഫലം ഇത്യാദികൾ. അജാതശത്രുവിൻ്റെ അടുത്ത് ഗാർഗ്യൻ്റെ തർക്കം നമ്മൾ കണ്ടിരുന്നു. വാദപ്രതിവാദം. ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, പൂർവപക്ഷി സിദ്ധാന്ത പ്രതിവാദം എന്നും ഒരു വാക്കുണ്ട് കേട്ടോ. അത് വെറുതെ നിങ്ങൾ ശ്രവണ സൗകാര്യത്തിന് വേണ്ടി പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ കേട്ടാൽ മതി. പൂർവപക്ഷി സിദ്ധാന്തി പ്രതിവാദം. പൂർവപക്ഷി എന്ന് വെച്ചാൽ ഓപ്പോസിഷൻ പാർട്ടി, സിദ്ധാന്തി എന്ന് വെച്ചാൽ മെയിൻ പാർട്ടി. നമ്മൾ ആരാണ് ഖണ്ഡിക്കുന്നവർ, സിദ്ധാന്തി. അങ്ങനെ പറയാറുണ്ട്. ജസ്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഭാഷ്യം വായിക്കുകയാണെങ്കിൽ ഈ വാക്കുകളൊക്കെ കേൾക്കും. അപ്പോൾ ഇവിടെ പൂർവപക്ഷി ആരാ? ഗാർഗ്യനായിരുന്നു. സിദ്ധാന്തി ആരാ? അജാതശത്രുവായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള സംവാദം കഴിഞ്ഞ് ഗുരു ഉപസത്തി നടത്തി ഗാർഗ്യൻ. ആ ഗാർഗ്യൻ്റെ അടുത്ത് അജാതശത്രു തന്നെ 2 ചോദ്യങ്ങളിട്ട്, നിനക്കറിയാവോ ഗാർഗ്യ? എന്തായിരുന്നു ചോദ്യങ്ങൾ? കോ ഏഷഃ ജീവഃ സുഷുപ്തികാലേ തഥാ അഭൂത്. എവിടെയാണ് ജീവൻ സുഷുപ്തികാലത്ത് ഇരിക്കുന്നത്, അല്ലെങ്കിൽ സുഷുപ്തി അവസ്ഥയിൽ ജീവന്റെ നില എന്ത്? അങ്ങനെ നമുക്ക് ആ ചോദ്യത്തിനെ വ്യാഖ്യാനിക്കാം. അങ്ങനെ നമ്മൾ ചോദ്യത്തിന് ഉത്തരം 17ാമത്തെ മന്ത്രത്തിൽ കണ്ടു. ഒന്ന് വായിക്കാം. സഹോവാച അജാതശത്രുഃ യത്ര ഏഷഃ ഏതത് സുപ്തഃ അഭൂത് യഹ ഏഷഃ വിജ്ഞാനമയഃ പുരുഷഃ തദ് ഏഷാം പ്രാണാനാം വിജ്ഞാനേന വിജ്ഞാനമാധായ യഹ ഏഷഃ അന്തർഹൃദയേ ആകാശഃ തസ്മിൻ ച ഏതേ താനി യദാ ഗൃഹ്ണാതി അധഃ ഹി ഏതത് പുരുഷഃ സ്വപിതി നാമ തദ് ഗൃഹീത ഏവ പ്രാണഃ ഭവതി ഗൃഹീത വാക് ഗൃഹീതം ചക്ഷുഃ ഗൃഹീതം ശ്രോത്രം ഗൃഹീതം മനഃ. 17ാമത്തെ മന്ത്രത്തിൻ്റെ സാരം നമ്മൾ കണ്ടിരുന്നു. സുഷുപ്തിയിൽ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് എല്ലാ ജീവാത്മാക്കളും പരമാത്മാവുമായി ഏകീഭവിക്കുന്നു. അതുകൊണ്ടാണ് ആ അവസ്ഥയിൽ ഒന്നും അറിയാത്തത്, സുഖം ദുഃഖം ഇത്യാദി ദ്വന്ദ്ങ്ങളൊന്നുമില്ലാത്തത്. പരമാത്മാവുമായി ഉറങ്ങുന്ന സമയത്ത് എല്ലാ ജീവനും ഏകീഭവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ സുഖമായി ഉറങ്ങി എന്ന് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ സുഷുപ്തിയെക്കുറിച്ച് നമ്മൾ കണ്ടു. ഇന്ദ്രിയങ്ങളൊക്കെ അവിടെ ഷട്ട് ഡൗൺ ആവുമെന്ന് കണ്ടു. വിജ്ഞാനേന വിജ്ഞാനമാധായ ആ വാക്കുകളൊക്കെ കണ്ടു. അതുകൊണ്ട് ഈ സുഖം അനുഭവിക്കുന്ന അല്ലെ ആനന്ദം
അനുഭവിക്കുന്ന എല്ലാ ജീവാത്മാക്കളെ ശാസ്ത്രം ഒരു ഒരു പാരിതോഷികമായിട്ട് അല്ലേ, ഒരു ബഹുമാനാർത്ഥം ശാസ്ത്രം എല്ലാ ജീവാത്മാക്കളെ ആ സമയത്ത് എന്ത് വിളിക്കുമെന്ന് നമ്മൾ കണ്ടു. സ്വപിതി നാമ, സ്വപിതി എന്ന പേര് കൊണ്ട് അതിസംബോധന ചെയ്യും. ശാസ്ത്രം വിളിക്കുന്ന പേരാണ് അത് നമ്മൾ കണ്ടിരുന്നു. സ്വപിതി എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടു. പിന്നെ പല ഉപനിഷത്തുകളിലും ഇത് ചർച്ച ചെയ്യുന്നെന്നും പറഞ്ഞു. അതിൻ്റെ അർത്ഥം വളരെ വളരെ പ്രാധാന്യപ്പെട്ടതാണ്. നമ്മൾ സാമവേദം കണ്ടു, കേനോപനിഷത്തും ചാന്തോക്യോപനിഷത്തും. പിന്നെ നമ്മൾ അഥർവണ വേദം കണ്ടു, മുണ്ടകം. ഇനി ഒന്നുകൂടി ഉണ്ട്, എഴുതിക്കോളൂ, പ്രശ്നോപനിഷത്ത്. പ്രശ്നോപനിഷത്തും അഥർവണ വേദമാണ് കേട്ടോ. പ്രശ്നോപനിഷത്ത് 4-ാം പ്രശ്നം 2-ാം മന്ത്രം. പ്രശ്നോപനിഷത്ത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. 6 ശിഷ്യന്മാർ പിപ്പലാദ മഹർഷിയുടെ അടുത്ത് വന്ന് 6 സംശയങ്ങൾ. പിപ്പലാദ മഹർഷി പറഞ്ഞു, സംശയമൊന്നും പറഞ്ഞു തരാറായിട്ടില്ല, നിങ്ങൾ ആദ്യം ഉപാസന ചെയ്ത് കർമ്മയോഗാദി സാധന ചെയ്ത് ചിത്തം ശുദ്ധമാക്കൂ. അങ്ങനെ 1 വർഷം അവർക്ക് തപസ് കൊടുത്തു. പിന്നെ ചോദ്യത്തിന് മറുപടിയൊക്കെ വരുന്നത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഉപനിഷത്തിലെ 4-ാമത്തെ പ്രശ്നം, 4-ാമത്തെ പ്രശ്നത്തിൽ 2-ാമത്തെ മന്ത്രം വലിയ മന്ത്രമാണ് കേട്ടോ. തസ്മൈ സഹോവാച യഥാ ഗാർഹ്യഃ മരീചയോ എന്ന് പറഞ്ഞ് തുടങ്ങി ആ മന്ത്രം അവസാനം വരും. തേന തർഹി ഏഷ പുരുഷഃ ന ശൃണോതി. വെറുതെ കേട്ടാൽ മതിയേ, എളുപ്പമുള്ള സംസ്കൃതമാണ്. നമ്മളിപ്പം വായിച്ച മന്ത്രത്തിൻ്റെ സെയിം ആണ്. തേന തർഹി ഏഷ പുരുഷഃ ന ശൃണോതി, കേൾക്കൂല ഉറങ്ങുന്ന സമയത്ത്. ന പശ്യതി, കാണൂല. ന ഗൃണാതി, മണക്കൂല. ന രസയതേ, നാക്കുകൊണ്ട് രുചിക്കാൻ സാധിക്കില്ല. ന സ്പർശതേ, തൊക്കുകൊണ്ട് സ്പർശനം അനുഭവിക്കുന്നില്ല. ന അഭിവദന്തേ, ന ആദത്തെ, സംസാരിക്കാൻ പറ്റൂല, അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും സാധിക്കില്ല. ന ആനന്ദയതേ, ന ആനന്ദയതേ എന്ന് വെച്ചാൽ മൈഥുനം, അതായത് പുത്രോത്പാദനം, സന്താനോത്പാദനം എന്ന സുഖം അനുഭവിക്കാൻ സാധിക്കില്ല. ന ആനന്ദയതേ. ന വിസൃജതേ, അതായത് വിസർജനേന്ദ്രിയം, മലമൂത്രാദി വിസർജനങ്ങളൊന്നും സാധിക്കില്ല. ഉപസ്ഥവും വിസർജനേന്ദ്രിയം ഒന്നും പ്രവർത്തിക്കില്ല അല്ലേ. ന ആയതേ സ്വപിതി ഇതി ആചക്ഷതേ, അവിടെ അണ്ടർലൈൻ ചെയ്തോളൂ, പുസ്തകമുള്ളവർ കേട്ടോ, അല്ലെ വെറുതെ കേട്ടാൽ മതി. സ്വപിതി ഇതി ആചക്ഷതേ, ഈ സമയത്ത് ആ ഉറങ്ങുന്ന ഇന്ദ്രിയങ്ങളൊക്കെ അടഞ്ഞ് ഉറങ്ങുന്ന ആ ജീവാത്മാവിനെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് സ്വപിതി എന്ന്. പ്രശ്നോപനിഷത്ത് എന്താണെന്നറിയാം, നമ്മൾ പാരായണവേ ചെയ്യാറില്ല, വലിയ മന്ത്രങ്ങളായതുകൊണ്ടേ. അതുകൊണ്ട് എനിക്കറിയില്ല എല്ലാവരും ഓർക്കുന്നുണ്ടോയെന്ന്. ജസ്റ്റ് എഴുതി വെച്ചോളൂ. പ്രശ്നോപനിഷത്ത് 4-ാം പ്രശ്നം 2-ാം മന്ത്രം. പിന്നെ നമ്മൾ മുണ്ടകം കണ്ടു, മുണ്ടകോപനിഷത്ത്, അതും അഥർവണ വേദം തന്നെ. അവിടെയും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനി കൂടുതൽ കൊട്ടേഷൻ ഒന്നും തരുന്നില്ല, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ ഏതൊക്കെ നമ്മൾ കണ്ടു? ഇപ്പം യജുർവേദം കണ്ടു, അഥർവണം കണ്ടു, സാമം കണ്ട്, ഋഗ്വേദം മാത്രമേ കാണാത്തതായിട്ടുള്ളൂ അല്ലേ. അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. 18-ാമത്തെ മന്ത്രം. അപ്പം 17 വരെ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ചോദ്യത്തിന് മറുപടി നൽകി ഇനി അജാതശത്രു തന്നെ തുടരുകയാണ്. നമുക്ക് നോക്കാം. മന്ത്രം 18. സഹ യത്ര, അത് കഴിഞ്ഞ് കോമയാണ്. സഹ യത്ര ഏതത് സ്വപ്നഃ യയാ ചരതി, കോമ, തേ ഹ അസ്യ ലോകാഃ, കോമ, തദ് ഉദ ഏവ, കോമ, തദ് ഉദ ഏവ, കോമ, മഹാരാജഃ
ഭവതി. മഹാരാജക ഭവതി ഉദ് ഏവ കോമ മഹാബ്രാഹ്മണഃ ഉദ ഏവ കോമ ഉച്ചാവചം നിഗച്ഛതി കോമ ഉച്ചാവചം നിഗച്ഛതി കോമ സഹ വിസർഗം ഉണ്ട് അവിടെ സഹ യഥാ മഹാരാജഃ മഹാരാജഃ എന്നാണ് വിസർഗമുണ്ട് മഹാരാജഃ ജാനപദാൻ മഹാരാജഃ കോമ ജാനപദാൻ കോമ ഗൃഹീത്വാ കോമ സ്വേ ജനപദേ കോമ യഥാ കാമം കോമ പരിവർത്തതേ പരിവർത്തതേ എന്നാണ് കേട്ടോ പുസ്തകത്തിൽ പരിവർത്തതേത എന്നാണ് പരിവർത്തതേ പരിവർത്തതേന്ന് ഇല്ല കേട്ടോ ഒരു താ വെട്ടുക പരിവർത്തതേ പരിവർത്തതേ ഏവ ഏവം ഏവ ഏഷഃ ഏവം ഏവ 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 ഏവം ഏവ ഏഷഃ കോമ ഏതത് പ്രാണാൻ ഗൃഹീത്വാ കോമ സ്വേ ശരീരേ കോമ യഥാ കാമം പരിവർത്തതേ പരിവർത്തതേ ഫുൾ സ്റ്റോപ്പ്. ഒന്നുകൂടെ പറയാവേ. സഹ യത്ര ഏതത് സ്വപ്നഃ യയാ ചരതി തേഹ അസ്യ ലോകാഃ തദ് ഉദ ഏവ മഹാരാജഃ ഭവതി ഉദ് ഏവ മഹാബ്രാഹ്മണഃ ഉദ ഏവ ഉച്ചാവചം നിഗച്ഛതി സഹ യഥാ മഹാരാജഃ ജാനപദാൻ ഗൃഹീത്വാ സ്വേ ജനപദേ യഥാ കാമം പരിവർത്തതേ ഏവ ഏവം ഏവ ഏഷഃ ഏതത് പ്രാണാൻ ഗൃഹീത്വാ സ്വേ ശരീരേ യഥാ കാമം പരിവർത്തതേ. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകമുള്ളൊരു പേജ് 136 എടുക്കുക. അതിൽ വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ ഒരു തിരുത്തുണ്ട്. വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ പ്രാണാൻ എന്ന വാക്ക് എടുക്കുക. വേർഡ് ബൈ വേർഡ് മീനിങ് അറിയരുത്. സ്വാമിജി ഓരോ വാക്കിനും അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നു. സഹ അവൻ എത്ര എപ്പോൾ അങ്ങനെ അതാണ് വേർഡ് ബൈ വേർഡ് മീനിങ്. അവിടെ താഴോട്ട് വരുമ്പോൾ പ്രാണാൻ എന്നുള്ളത് കണ്ടോ. ഈ പ്രാണങ്ങളെ അത് തിരുത്തി ഇന്ദ്രിയങ്ങളെ നാക്കുക. ഈ പ്രാണങ്ങളെ എന്ന് വെച്ചാൽ ഈ ഇന്ദ്രിയങ്ങളെ എന്നാണ്. സ്വാമിജി അതിൻ്റെ അർത്ഥം പറയുന്നിടത്ത് ശരിയായിട്ട് എഴുതിയിട്ടുണ്ട്. 137 പേജ് എടുത്ത് വായിച്ചു നോക്കുക. പൗരന്മാരെ കൂട്ടിക്കൊണ്ട് സ്വന്തം രാജ്യത്ത് യഥേച്ഛം ചുറ്റി നടക്കുന്നത് പോലെ കോമ ഈ ആത്മാവ് ഇന്ദ്രിയങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് കണ്ടോ. ഇന്ദ്രിയങ്ങളെ എന്നാണ് അവിടെ ശരിയാണ്. വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ തെറ്റാണ്, തിരുത്തുക. അവിടെ ഇന്ദ്രിയങ്ങളെ നാക്കുക. ഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ തന്നെ യഥേഷ്ടം ചുറ്റി നടക്കുന്നു. അതായത് ശരീരേ യഥാകാമം വർത്തത എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പേജ് 136 പ്രാണാൻ എന്ന വാക്കിന് ഈ ഇന്ദ്രിയങ്ങളെ നാക്കുക. പ്രാണങ്ങളെ എന്നുള്ളത് വെട്ടിയിട്ട് ഇന്ദ്രിയങ്ങളെ നാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേജ് 137 വായിച്ചു നോക്കുക.
തിരുത്തിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് മടങ്ങി വരാം, ഒരുമിച്ച് പാരായണം ചെയ്യാം. സഹയത്ര ഏതത് സ്വപ്നഃ യയാചരതി തേഹ അസ്യ ലോകാഃ തത് ഉദ ഏവ മഹാരാജഃ ഭവതി ഉദ ഏവ മഹാബ്രാഹ്മണഃ ഉദ ഏവ ഉച്ചാവചം നിഗച്ഛതി സഹ യഥാ മഹാരാജഃ ജാനപദാൻ ഗൃഹീത്വാ സ്വേ ജനപദേ യഥാ കാമം പരിവർത്തതേ ഏവം ഏവ ഏഷഃ ഏതത് പ്രാണാൻ ഗൃഹീത്വാ സ്വേ ശരീരേ യഥാ കാമം പരിവർത്തതേ. ഒന്നുകൂടെ ചൊല്ലാം. സഹ യത്ര ഏതത് സ്വപ്നഃ യയാചരതി തേഹ അസ്യ ലോകാഃ തദ് ഉദ ഏവ മഹാരാജഃ ഭവതി ഉദ ഏവ മഹാബ്രാഹ്മണഃ ഉദ ഏവ ഉച്ചാവചം നിഗച്ഛതി സഹ യഥാ മഹാരാജഃ ജാനപദാൻ ഗൃഹീത്വാ സ്വേ ജനപദേ യഥാ കാമം പരിവർത്തതേ ഏവം ഏഷഃ ഏതത് പ്രാണാൻ ഗൃഹീത്വാ സ്വേ ശരീരേ യഥാ കാമം പരിവർത്തതേ. വളരെ എളുപ്പമാണ്, കുറച്ച് വലിയ പാരഗ്രാഫാന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പം മന്ത്രം 18 എഴുതിക്കോളൂ. സ്വപ്ന വിചാരം. മന്ത്രം 18ൻ്റെ താല്പര്യം, അല്ലെങ്കിൽ മന്ത്രം 18 എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു? സ്വപ്ന വിചാരം, സ്വപ്നത്തിനെ കുറിച്ച്. അപ്പം സുഷുപ്തി കഴിഞ്ഞു, ഉറക്കം കഴിഞ്ഞു. ഇനി അടുത്തത് സാധാരണ ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയ. ഇവിടെ നേരെ തിരിച്ച. കാരണം ബൃഹദാരണ്യം എത്തിയപ്പോൾ ഓർഡർ ഒന്നും വേണ്ട. അറിയാം, നമ്മൾ പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അറിയാം എല്ലാവെന്നുള്ള. ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആണ്. അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി, അത് മാത്രമല്ല, ഇവിടെയുള്ള ഗാർഗ്യൻ നിസാരക്കാരനല്ല, 12 കൊല്ലം ഗുരുകുലത്തിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം. അതുകൊണ്ട് ഓർഡർ ഒന്നും അവിടെ ഒരു പ്രാധാന്യമുള്ളതല്ല. അപ്പം സുഷുപ്തി വിചാരം കഴിഞ്ഞു. അടുത്ത മന്ത്രം 18 സ്വപ്ന വിചാരം. അജാതശത്രു ഗാർഗ്യനായ ശിഷ്യനോട് പറയുകയാണ്. എന്താണ് സഹ? സഹ എന്ന് വെച്ചാൽ ഇവിടെ മൃഡാനന്ദ സ്വാമിജിയുടെ ബുക്കിൽ 136-ാമത്തെ പേജിൽ ആത്മാവെന്നാണ് കേട്ടോ. അവിടെ ജീവാത്മാവെന്ന് മനസ്സിലാക്കണേ. ആത്മാവെന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ടല്ലോ. പരമാത്മാവും ജീവാത്മാവിനെ നമ്മൾ ആത്മാവെന്ന് പറയും. ഇവിടെ സഹ എന്ന് വെച്ചാൽ സഹ ജീവാത്മാ, അതായത് ഉറങ്ങുന്നയാള്, അവരെക്കുറിച്ച്. ആ ഉറങ്ങുന്നയാൾ എന്ത് ചെയ്തു? എത്ര ഏതത് സ്വപ്ന യയാചരതി, അതായത് സ്വപ്നത്തിൽ കൂടെ ചരിക്കുകയാണെന്ന്. അവിടെ എഴുതിക്കോളൂ, ചരതി എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ, അനുഭവതി എന്നാണ്. സ്വപ്നത്തിൽ കൂടെ ചരതി എന്ന് വെച്ചാൽ സാധാരണ നടക്കുക എന്നർത്ഥം, ചരിക്കുക. നമ്മളെല്ലാവരും സ്വപ്നത്തിൽ കൂടെ നടക്കാറില്ല. അപ്പോൾ സ്വപ്നത്തിൽ കൂടെ നടക്കുക എന്ന് വെച്ചാൽ സ്വപ്നമെന്ന അവസ്ഥ അനുഭവിക്കുന്നു. അതുകൊണ്ട് ചരതി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അനുഭവതി. അതായത് സഹ, നമ്മൾ അധ്യാഹാരം ചെയ്യണം. സഹ ജീവാത്മാ എത്ര ഏതത് സ്വപ്നഃ യയാ അനുഭവതി. 2 വാക്കേ ഉള്ളൂ. സഹ ജീവാത്മാ യയാ അനുഭവതി. അതായത് ഒരു ജീവാത്മാവ്, ആ ജീവാത്മാവ് എന്ത് ചെയ്യുന്നു? സ്വപ്നം അനുഭവിക്കുന്നു. സ്വപ്നാവസ്ഥയിൽ ഇരിക്കുന്നുവോ ആ സമയത്ത് എങ്ങനെയാണ് സ്വപ്നം കാണുന്നതെന്ന് ശാസ്ത്രത്തിൻ്റെ അഭിപ്രായം അജാതശത്രു പറയുകയാണ്. നമ്മളൊക്കെ പല പല സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലേ? അത് രണ്ടും ഉണ്ട്, സുഖവും ദുഃഖവും. ഇത് രണ്ടും ഉള്ളു.
അല്ലേ? പിന്നെ ഭയാനകം എന്നൊക്കെ നമുക്ക് പറയാം, പക്ഷെ അതിൻ്റെ അവസാനം ദുഃഖമാണ്. അതുകൊണ്ട് കോമൺ ആയിട്ട് സ്വപ്നം രണ്ട് ഫലങ്ങളെയാണ് നൽകുന്നത്. ഒന്ന് സുഖഫലം, മറ്റൊന്ന് ദുഃഖഫലം, അല്ലേ? നമ്മളിങ്ങനെ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ഒരു ഉദാഹരണം അജാതശത്രു പറയുകയാണ്. തേഹ അസ്യഹ ലോകാഹ. തേഹ അസ്യഹ, അവിടെയും അധ്യാഹാരം ചെയ്യണം. തേഹ അസ്യഹ കർമ്മഫലാഹ എന്നാണ്. തേഹ അസ്യഹ ലോകാഹ എന്ന് വെച്ചാൽ കർമ്മഫലാഹ എന്നാണ്. ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഈ 14 ലോകങ്ങളല്ല, കർമ്മഫലാഹ. ലോകം എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഈ സന്ദർഭത്തിൽ കർമ്മഫലാഹ, അല്ലേ? സ്വാമിജി എഴുതിയിട്ടുണ്ട് അത് തന്നെ, കർമ്മഫലാഹ. തേഹ അസ്യഹ ലോക. തേഹ എന്ന് വെച്ചാൽ ഈ ഉറങ്ങുന്ന ആള്, സ്വപ്നം കണ്ടുകൊണ്ട് ഇരിക്കുന്ന ആളില്ലേ, നമ്മൾ പറഞ്ഞല്ലോ തൊട്ട് മുമ്പ് സഹജീവാത്മാന്ന്. ആ ജീവാത്മാവ് എന്താണ്, എങ്ങനെയാണ് സ്വപ്നം അനുഭവിക്കുന്നത്? അയാളുടെ കർമ്മഫലത്തിനനുസരിച്ചാണ് സ്വപ്നം അനുഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. അല്ല, എഴുതണ്ട, നിങ്ങൾ വെറുതെ കേട്ടാൽ മതി. എഴുതിപ്പിച്ച് എനിക്ക് തന്നെ പേടിയാകുന്നു. അതുകൊണ്ട് വെറുതെ കേട്ടാൽ മതി. തേഹ അസ്യഹ ലോകാഹ സ്വപ്നഃ യയാ അനുഭവതി. തേഹ അസ്യഹ ലോകാഹ കർമ്മഫലാഹ സ്വപ്നഃ അനുഭവതി എന്ന് വെച്ചാൽ എന്താ? ഒരാൾ സ്വപ്നം കാണുന്നത് അയാളുടെ കർമ്മഫലത്തിനനുസരിച്ചാണ് സ്വപ്നഃ അനുഭവതി. ഇവിടെ കർമ്മഫലം എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. എന്തായിരിക്കും കർമ്മഫലം എന്ന് വെച്ചാൽ? ഇഹ ജന്മനി ജന്മാന്തരേവ. അതായത് ഇഹ ജന്മനി പൂർവജന്മനി. നമ്മൾ ഈ ജന്മവോ പൂർവ്വ എത്ര ജന്മങ്ങളുണ്ട്. നമ്മൾ പുനർജന്മ സിദ്ധാന്തികളാണ് കേട്ടോ. അതായത് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പലയിടത്തും, അല്ലേ? ആഗാമി, പ്രാരാബ്ധം ഇത്യാദികളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ജന്മത്തിൽ, ഇഹ ജന്മനി എന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ, പിന്നെ ജന്മാന്തരം എന്ന് വെച്ചാൽ മുജ്ജന്മങ്ങളിൽ. നമ്മൾ ഈ ജന്മത്തിലോ മുജ്ജന്മങ്ങളിലോ ആയ ചെയ്ത കർമ്മഫലത്തിനനുസരിച്ചാണ് ഈ ശരീരത്തിൽ സ്വപ്നം അനുഭവിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണം, സൂക്ഷ്മമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബൃഹദാരണ്യം തമാശയല്ല, ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് ഒരാൾ സ്വപ്നം അനുഭവിക്കുന്നത്? ഒന്നെങ്കിൽ ഈ ജന്മം ചെയ്ത കർമ്മഫലം, അല്ലെങ്കിൽ മുജ്ജന്മങ്ങളിൽ ചെയ്ത കർമ്മഫലത്തിന് അനുസരിച്ചാണ് ഒരു ജീവൻ സ്വപ്നം അനുഭവിക്കുന്നത്. അത് സുഖസ്വപ്നവോ ദുഃഖസ്വപ്നവോ രണ്ടേ ഉള്ളൂ ഫലം. ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം. എങ്ങനെയാണ് നമ്മൾ സ്വപ്നം അനുഭവിക്കുന്നത്? ഒന്നെങ്കിൽ ഈ ജന്മം ചെയ്ത പുണ്യപാപ കർമ്മങ്ങളുടെ തോതനുസരിച്ച്, അല്ലെങ്കിൽ പൂർവജന്മങ്ങളിൽ അനുസരിച്ച്, കർമ്മഫലം അനുസരിച്ച്. കർമ്മഫലം എന്ന് വെച്ചാൽ പുണ്യഭാവം. നമ്മൾ ചെയ്ത പുണ്യത്തിൻ്റെയോ പാപത്തിൻ്റെയോ തോതനുസരിച്ചാണ് സ്വപ്നം കാണുന്നത്. ആര് പറയുന്നത്? ശ്രുതി പറയുന്നതാണ്. അതാണ് തേഹ അസ്യ ലോകാഹ സ്വപ്നഃ അനുഭവതി. നമ്മളുടെ കർമ്മഫലത്തിനനുസരിച്ചാണ്. ആരും നമുക്ക് കുറ്റപ്പെടുത്താനില്ല. അതാണ് ഇവിടെ ഒരു അജാതശത്രു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ സ്വപ്നം കണ്ട് രാവിലെ എഴുന്നേറ്റ് കരഞ്ഞ് ആരും കുറ്റപ്പെടുത്താനില്ല. അല്ല, ഞാൻ ചിരിച്ചു, എനിക്ക് വലിയ സന്തോഷമായി, എനിക്ക് എന്തൊക്കെയാണോ വേണ്ടത്, പുത്രപൗത്ര ധനധാന്യ ബഹുസംവത്സരം ഇത്യാദികളാണ് എനിക്ക് വേണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഇപ്പം എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അയാൾ നമ്മൾ ഭഗവാനെ തന്നെ സ്വപ്നം കാണുന്നു. അപ്പം എന്തൊരു ആനന്ദമാണ് അവിടെ, അല്ലേ? നമ്മൾ ചെയ്ത പൂർവജന്മത്തിൻ്റെ ഇഹജന്മത്തിൻ്റെ സാധനയുടെ ഫലമായി കിട്ടിയ പുണ്യം കൊണ്ടാണ് ഭഗവത് സായുജ്യ അല്ലെ ദർശനം
സ്വപ്നേതി അനുഭവതി, സ്വപ്നത്തിൽ അനുഭവം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ വലിയ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഈ റബ്ബറാണ്. നിങ്ങൾ റബ്ബർ അറിയില്ല? ഇപ്പോൾ റബ്ബറും കുഴിയുണ്ടോ? റബ്ബർ വെക്കാനായിട്ട് വലിയ കുഴി കൊടുത്തു, അവിടെ എന്താ ചാണകവും ചാരവും ഒക്കെ വെച്ചിട്ട് അത് മൂടി എന്നിട്ടാണ് റബ്ബറും തൈ നടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ഓടിക്കളിക്കുമ്പോൾ ഈ റബ്ബർ തോട്ടത്തിൽ കൂടെയാണ് ഓടിക്കളി. അപ്പോൾ വീടിന് ചുറ്റും ഇങ്ങനെ റബ്ബർ തോട്ടം. അപ്പോൾ ഇങ്ങനെ ഓടിക്കളിച്ചൊക്കെ നമ്മൾ മണ്ടി വരുമല്ലോ, അത് വീട്ടിൽ പിന്നെ രാത്രി കിടന്ന് പറയുമ്പോൾ ഇതാണ് സ്വപ്നം എന്നാണ് ഈ റബ്ബറും കുഴി വീഴുന്നതാണ് എപ്പോഴും ഓർമ്മയാണ്. അതുപോലെ നിങ്ങൾക്കും കാണും. അപ്പോൾ എന്താണ്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് അയ്യോ ഞാൻ റബ്ബറും കുഴി വീണേ, അല്ലെ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ, അല്ലെ വാഹനം ഇടിക്കാൻ വരുന്നത്, അല്ലെ വെള്ളത്തിൽ പോകും, ഒരുപാട് ദുസ്വപ്നങ്ങൾ വരാം. അപ്പം നമ്മൾ ദുഃഖിക്കും അല്ലേ? അത് നമുക്ക് നല്ല സ്വപ്നങ്ങൾ അല്ല, ഓണത്തിന് പുതിയ കുപ്പായം കിട്ടുന്നത് അല്ലേ, അല്ലെങ്കിൽ എന്താണോ നമുക്ക് ഓർത്ത് വെക്കാൻ സാധിക്കും, അതൊക്കെ ഓർത്ത് വെപ്പോൾ സ്വപ്നത്തിൽ. അപ്പോൾ സുഖമാണെങ്കിൽ പുണ്യത്തിൻ്റെ തോതനുസരിച്ച്, ദുഃഖമാണെങ്കിൽ പാപ പ്രാരാബ്ധം കൊണ്ട്. അതാണ്, അത് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. എന്താണ്, സുഖസ്വപ്നമാണെങ്കിൽ പുണ്യപ്രാരാബ്ധം, ദുഃഖ സ്വപ്നമാണെങ്കിൽ പാപ പ്രാരാബ്ധം. ഒന്നെങ്കിൽ ഇഹ ജന്മനി ജന്മാന്തരവ, അത് പറയും. അത് കഴിഞ്ഞ് എന്താണ് ഉദാഹരണം, അജാതശത്രു തന്നെ പറയാണ്, തത് ഉദ, അത് ഒന്നെങ്കിൽ എന്ന് വെച്ചാൽ, അതായത് ഈ തതുതാന്ന് വെച്ചാൽ ഈ പറഞ്ഞ സ്വപ്നത്തിൽ നമ്മൾ സുഖമോ ദുഃഖമോ കാണുന്നത് ഒന്നെങ്കിൽ എന്താണ്, എന്നിട്ട് ഉദാഹരണം പറയുകയാണ്. ഏവ മഹാരാജ ഭവതി ഉദയേവ മഹാബ്രാഹ്മണ. അതായത് ഒരാൾ സ്വപ്നാവസ്ഥയിൽ മഹാരാജാവായി സ്വപ്നദർശനമുണ്ടാകുന്നു. ഒന്നെങ്കിൽ അയാൾ മഹാരാജാവായിട്ട്, ഞാൻ വലിയ മഹാരാജാവായി അല്ലേ, സ്വപ്നത്തിൽ ചിലപ്പോൾ അല്ല ജീവിതത്തിൽ ചിലപ്പം ദരിദ്രനായിരിക്കും, പക്ഷെ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് പരിവാരങ്ങൾ അല്ലേ, പിന്നെ എന്താണ്, എന്തൊക്കെയാണോ രാജാവിന് വേണ്ട അകമ്പടികൾ, സുഖഭോഗങ്ങൾ ഇത്യാദി ഇത്യാദി എന്താണോ മഹാരാജാവിന് വേണ്ടത് അതൊക്കെ സ്വപ്നത്തിൽ അയാൾ അനുഭവിക്കുന്നു. പിന്നെന്താണ്, അടുത്ത ഉദാഹരണം, ഉദയേവ മഹാബ്രാഹ്മണ. ചിലപ്പോഴും എന്താണ്, മഹാബ്രാഹ്മണനായിട്ട്, ചിലപ്പോൾ അയാൾ നിത്യജീവിതത്തിൽ ചാണ്ടാളനായിരിക്കുക, അതായത് ശാനഭോജന ചെയ്യുന്നവരെയാണ് ചാണ്ടാളെന്ന് വിളിക്കുന്നത് അല്ലേ, നായയെ ഭക്ഷിക്കുന്നവരെയാണ് ചാണ്ടാളെന്ന് വിളിക്കുന്നത്. അപ്പോൾ അയാൾ നിത്യജീവിതത്തിൽ ചാണ്ടാളനായിരിക്കാം, പക്ഷെ അയാൾ സ്വപ്നം കാണുകയാണ് മഹാബ്രാഹ്മണ, ഞാൻ മഹാബ്രാഹ്മണനാണെന്ന്. ബ്രാഹ്മണൻ്റെ അർത്ഥമൊക്കെ നമ്മൾ പഠിച്ച കേട്ടോ, അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ സ്വപ്നങ്ങൾ. അപ്പോൾ അതെന്തുകൊണ്ടാണ്, ഞാൻ മഹാരാജാവായി സ്വപ്നം കാണുമ്പോൾ എനിക്ക് എന്തൊരു ആനന്ദമാണല്ലേ, ജീവിതത്തിൽ കിട്ടാത്തത്. അപ്പോൾ അയാൾ സ്വപ്നത്തിൽ സുഖം അനുഭവിക്കുകയാണ്, അയാൾ സന്തോഷിക്കുകയാണ് അല്ലേ. മഹാബ്രാഹ്മണനായ സ്വപ്നം കാണുക, അപ്പോൾ എന്താണ്, ലോകമൊക്കെ അദ്ദേഹത്തിനെ ബഹുമാനിക്കും, അംഗീകരിക്കും, പണ്ഡിതനെന്ന് വിളിക്കും. ബ്രാഹ്മണന്റെ ലക്ഷണം എന്താണ്, അധ്യാപനാണ്. അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ബഹുമാനം കിട്ടും ബ്രാഹ്മണന്. അപ്പം അതൊക്കെ ഈ ഇല്ലാത്തവന് ആ ബഹുമാനങ്ങളൊക്കെ കിട്ടുമ്പോൾ സ്വപ്നത്തിൽ അദ്ദേഹം ആനന്ദിക്കും. അതാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് മഹാരാജ ഭവതി മഹാബ്രാഹ്മണ. പിന്നെ എന്നിട്ട് പറയുന്നു ഉച്ചാവചം നിഗച്ഛതി, അതായത് സ്വപ്നത്തിൽ ഇങ്ങനെ ഉച്ചാവചം ഉണ്ടെന്ന്. ഉച്ചാവചം എന്ന് വെച്ചാൽ, ഉച്ചാവചം എന്ന വാക്കിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ ഉമജ്ഞൻ നിമജ്ഞൻ എന്ന് പറയും. നമ്മൾ വിവേക ചൂടാവടി പഠിച്ചിട്ടുണ്ട്. അതായത് ഉയർച്ച താഴ്ച, ഉയരുക താഴുക. ഇപ്പോൾ ഒരാൾ വലിയ ദരിദ്രൻ താഴ്ന്ന അവസ്ഥയിലായിരിക്കും, പക്ഷെ അയാൾ വലിയ ഉയർന്ന ആളെന്നുള്ള സ്വപ്നമുണ്ട്. ചിലപ്പോൾ നമ്മൾ വലിയ ഉയർന്ന പദവിയിൽ ഇരിക്കുമായിരിക്കും, അയാൾ ദരിദ്രനായിട്ട് സ്വപ്നം കാണും. അയ്യോ എൻ്റെ എല്ലാം പോയെന്നും പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ
ഭയപ്പെട്ട് എഴുന്നേറ്റെന്നൊക്കെ വരാം അല്ല. ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ. അതാണ് ഉച്ചാവജം. ഉച്ചാവജം എന്ന് വെച്ചാൽ ഉയർച്ച താഴ്ച എന്നാണ് അർത്ഥം. അല്ല, ഉയർച്ച താഴ്ച അറിയാമല്ലോ. അതായത് ജാഗ്രതത്തിൽ വലിയ ഉയർന്നയാൾ, സ്വപ്നത്തിൽ ഞാൻ താഴ്ന്നയാളെന്നുള്ള സ്വപ്നം കാണും. അല്ലെങ്കിൽ ജാഗ്രതയിൽ വലിയ താഴ്ന്നയാൾ, സ്വപ്നത്തിൽ ഞാൻ വലിയ ഉയർന്നയാളെന്നുള്ള സ്വപ്നം കാണും. ഈ ഉയർച്ച താഴ്ച നമുക്ക് സ്വപ്നത്തിൽ മികച്ചതി എന്ന് വെച്ചാൽ അനുഭവതി എന്നാണ് കേട്ടോ. മികച്ചതി എന്ന വാക്കിൻ്റെ അർത്ഥം അനുഭവതി. നമ്മൾ വിവേക ചൂടാമണി പഠിച്ചില്ലേ? ഉമജ്ഞൻ നിമജ്ഞൻ ഭ്രമതി കുമതി കുൽസിതഗതി. അങ്ങനെ ഒരു ശ്ലോകം ഉണ്ടായിരുന്നു. അതായത് ജീവിതം ഇങ്ങനെയാണെന്ന്, തിരമാല പോലെ ഉയർന്നും താഴ്ന്നുകൊണ്ട് അതിൽ ഭ്രമപ്പെട്ട് നമ്മൾ ജീവിക്കുകയാണെന്ന് പറഞ്ഞ് ഭഗവാൻ ഭാഷ്യകാരൻ ഒരു ശ്ലോകം പറഞ്ഞു. നമ്മൾ പഠിച്ചതാണ്. അതിലാണ് ഉമജ്ഞൻ നിമജ്ഞൻ, അതായത് ഉയരുക താഴുക. അതാണ് ഇവിടെ ചാവജ. നമ്മളത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി എന്നിട്ട് മഹാരാജാവിൻ്റെ തന്നെ ഉദാഹരണം പറയുകയാണ്. സഹ എന്ന് വെച്ചാൽ സ്വപ്നം അനുഭവിക്കുന്ന ആള്. സഹ ജീവാത്മാ യഥാ മഹാരാജ, അയാള് ജാനപദാൻ ഗൃഹീത്വ, അതായത് യഥാ എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, യഥാ ജാഗ്രതേ, അതായത് ഒരാൾ ജാഗ്രത എന്ന് വെച്ചാൽ അയാളുടെ ജീവിതത്തിൽ, അല്ലെ യഥാ ജീവതയെന്നും എഴുതാം കേട്ടോ. അതായത് ഒരാള് ഒരു സഹജീവാത്മാ യഥാ ജീവിതേ, സഹ ജീവാത്മാ യഥാ ജീവിതേ, അതായത് ഒരു ജീവാത്മാവ് ഒരാള് ജീവിതത്തിൽ മഹാരാജ ജാനപദാൻ, അയാള് എന്താണ്, അയാൾ ജീവിതത്തിൽ മഹാരാജാവാണ്. വെറും രാജാവല്ല, മഹാരാജൻ അല്ലേ. ഇപ്പൊക്കെ കേൾക്കുന്നില്ല നിങ്ങൾ മണ്ഡലേശ്വര്, അത് കഴിഞ്ഞ് മണ്ഡലേശ്വര് മൂത്ത് മഹാമണ്ഡലേശ്വരാവും അല്ലേ. അതായത് മഹാരാജൻ എന്ന് വെച്ചാൽ ചക്രവർത്തി. ആ മഹാരാജൻ എന്താണ്, അയാൾക്ക് പുറത്തു പോകണമെങ്കിൽ ജാനപദാൻ എന്ന് വെച്ചാൽ ജനസമ്പർക്കം ചെയ്യണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി രാജ്യസഭയിൽ നിന്നും അല്ല രാജകൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്, അതിനെയാണ് പറയുന്നത് ജാനപദ. അത് യുദ്ധത്തിന് പുറത്തേക്ക് പോകാം, രാജ്യകാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകാം, രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് പുറത്തേക്ക് പോകാം, പിന്നെ എന്താ പറയുക, വേട്ടയാടാനായിട്ട് പുറത്തേക്ക് പോകാം. അങ്ങനെ പല കാര്യങ്ങൾക്ക് രാജാവ് പുറത്തേക്ക് പോകാറുണ്ടല്ലേ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഭോഗത്തിന്, ലീലകൾക്ക് അല്ലേ, ക്രീഡകളൊക്കെ ചെയ്യുവാനായിട്ട് അല്ലേ, ഇത്യാദി കാര്യങ്ങൾക്ക് രാജാവ് പുറത്തു പോകണമെങ്കിൽ എന്തൊക്കെ വേണം അദ്ദേഹത്തിന്, അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്തണം. മന്ത്രിമാർ വേണം, ഭടന്മാർ വേണം, സൈന്യം വേണം, സംരക്ഷകർ വേണം, ഭൃത്യർ വേണം, ദാസ്യർ വേണം അല്ലേ, എല്ലാവരും വേണം. ഒരു രാജാവ് അല്ലേ, ഏതൊരു രാജ്യകാര്യത്തിന്, അത് സ്വന്തം ഭോഗത്തിനായിക്കോട്ടെ, അല്ലെ രാജ്യ സംരക്ഷണത്തിനായിക്കോട്ടെ, ജനസംരക്ഷണത്തിനായിക്കോട്ടെ, രാജ്യനീതിക്കായിട്ട്, ജനസമ്പർക്കങ്ങൾക്കായിക്കോട്ടെ, എന്തിനു പുറത്തു പോകണമെങ്കിൽ രാജാവ് ഒറ്റയ്ക്ക് പോവില്ല. ഇത് യാജ്ഞവൽക്യ മഹർഷി ത്രേതായുഗത്തിൽ ഇരുന്ന് പറയുന്നതുകൊണ്ട് അന്ന് ഇതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഈ ഉദാഹരണമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പ്രധാനമന്ത്രി എങ്ങനെയാണ്, അദ്ദേഹത്തിന് മുഴുവൻ പ്രൊട്ടക്ഷൻ അല്ലേ, എത്ര പേരാണ്. കാരണം അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ് അല്ലേ, രാജ്യം എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ടത് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആ പരിവാരങ്ങൾ അതുകൊണ്ടാണ്. അപ്പം അതുപോലെ തന്നെ രാജകാലത്ത് പറയുന്നുണ്ട് മഹാരാജ ജാനപദ എന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ പരിവാർ വേണം അദ്ദേഹത്തിന് പുറത്തു പോകണമെങ്കിൽ. എന്നിട്ട് പറയുന്നു സ്വേ ജനപദേ യഥാകാമം പരിവർത്തതേ, യഥാ മഹാരാജ ജാനപദാൻ ഗൃഹീത്വ സ്വേ ജനപദേ, അതായത് സ്വേ ജനപദം എന്ന് വെച്ചാൽ തൻ്റെ രാജ്യത്തിനുള്ളിൽ എന്താണ് യഥാകാമം പരിവർത്തതേ,
അദ്ദേഹത്തിന് എന്താണോ അദ്ദേഹത്തിൻ്റെ യഥാകാമം, തൻ്റെ ഇച്ഛ, അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, രാജ്യസമ്പർക്കത്തിന് വേണ്ടിയോ യുദ്ധത്തിനോ എന്തിനാണോ അദ്ദേഹം പുറത്തു പോകുന്നത്, രാജ്യസഭ വിട്ട് പുറത്തേക്ക് പോകുന്നത്, അല്ലെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കൊട്ടാരം വിട്ട് പുറത്തേക്ക് പോകുന്നത്, എന്ത് കാമത്തിനാണെങ്കിലും എന്ത് ഇച്ഛയ്ക്ക് വേണ്ടിയാണെങ്കിലും എന്തൊക്കെ വേണം, ഈ പരിവാരങ്ങളൊക്കെ വേണം. പക്ഷേ സ്വപ്നത്തിൽ എന്താണ്, തന്നുടെ ഇഷ്ടപ്രകാരം, അതാണ് സ്വേ ജനപദേ യഥാകാമം പരിവർത്തതെന്ന് വെച്ചാൽ അവിടെ എഴുതിക്കോളൂ, യയാ സ്വപ്നേ എന്നും കൂടെ എഴുതിക്കോളൂ. യയാ സ്വപ്നേ സ്വേ ജനപദേ യഥാകാമം പരി, അതായത് സ്വപ്നാവസ്ഥയിൽ അയാൾ അദ്ദേഹത്തിൻ്റെ ജനപദം മുഴുവൻ, അതായത് അദ്ദേഹത്തിൻ്റെ രാജ്യം മുഴുവൻ എന്താണ്, യഥാകാമം പരിവർത്തനം, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് മന്ത്രിമാർ വേണ്ട, പരിവാരങ്ങൾ വേണ്ട, അകമ്പടി വേണ്ട, സേനകൾ വേണ്ട, സേനാനായകന്മാർ വേണ്ട, പിന്നെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടത്, അതൊന്നും അല്ല, കുതിര വേണ്ട, തേര് വേണ്ട, ഒന്നും വേണ്ട, തേരാളി വേണ്ട, ഒന്നും വേണ്ട. അദ്ദേഹം സ്വപ്നത്തിൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, പണ്ടൊക്കെ രാജാക്കന്മാർ വേഷം മാറിയായിരുന്നു വരുന്നല്ലേ, ഇങ്ങനെ ഒറ്റയ്ക്ക് വരണമെങ്കിൽ അവരെന്ത് ചെയ്യും, ജനസമ്പർക്കത്തിന് വേണ്ടി വരണമെങ്കിൽ വേഷം മാറി വരുമായിരുന്നു. പല പുരാണങ്ങളിലും നമ്മൾ ഇത്യാദി കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ രാജാവായിരുന്നുകൊണ്ട് സാധിക്കില്ല, ഈ പരിവാരങ്ങൾ വേണം. പക്ഷേ അദ്ദേഹം സ്വപ്നത്തിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തിന് നടക്കാം. അതാണ് യഥാകാമം പരിവർത്തത എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തോടെ നടക്കാമെന്ന്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്വതന്ത്രനായി നടക്കാം എന്ന് പറയുന്നു. അതിനുശേഷം അത് ഉദാഹരണമാണ്. ആ ഉദാഹരണത്തിന് ശേഷം എന്ത് പറയുന്നു, ഏവം ഏഷഃ, ഏവം എന്ന് വെച്ചാൽ സിമിലർലി എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ, അതായത് ഏത് സിമിലർലി, ഈ ഉദാഹരണം പോലെ, അതാണ് ഏവം എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് പറഞ്ഞ ഉദാഹരണം പോലെ, യഥാ ഉദാഹരത, എന്താണ് തൊട്ട് മുമ്പ് പറഞ്ഞ ഉദാഹരണം അതുപോലെ. എന്താണ് ഏഷഃ എന്ന് വെച്ചാൽ ജീവാത്മാ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഒരാൾ ഉറങ്ങുമ്പം രാജാവായിട്ട് ഉറങ്ങും, ബ്രാഹ്മണനായിട്ട് ഉറങ്ങും, ഈ ഉയർച്ച താഴ്ചയൊക്കെ ഉണ്ടാകും ഉറക്കത്തിൽ എന്ന് പറഞ്ഞല്ലോ, സ്വപ്നത്തിൽ എന്ന് പറഞ്ഞല്ലോ. ആ ജീവാത്മാ ഏതത് പ്രാണാൻ്റെ അവിടെ അധ്യാഹാരം ചെയ്തോളൂ, ഇന്ദ്രിയാൻ എന്നാണ്. ഇന്ദ്രിയാൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ, കർമ്മണി ഷഷ്ടി, ഇന്ദ്രിയങ്ങളെ, പ്രാണാൻ ഇന്ദ്രിയാൻ, ഏതത് പ്രാണാൻ ഗൃഹീത്വാ എന്ന് വെച്ചാൽ ഉപയോഗിച്ചുകൊണ്ട്, സ്വേ ശരീരേ യഥാകാമം പരിവർത്തതേ, അതായത് ഒരു ജീവാത്മാവ് സ്വപ്നത്തിൽ തന്നുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, എഴുതിക്കോളൂ എന്നിട്ട് ഞാൻ അതിൻ്റെ ഇതിലുണ്ട്, ഇവിടെ 137 പേജ് സ്വാമിജി പറയാത്ത ഒരു കാര്യം കൂടി ഉണ്ട്, അതുകൂടി എഴുതിക്കോളൂ. അതായത് ജീവാത്മാവ് അവിടെ എഴുതിയല്ലോ, ഈ ജീവാത്മാ ഇന്ദ്രിയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ എന്നുള്ളിടത്ത് തന്നുടെ കർമ്മഫലമനുസരിച്ച്, സ്വന്തം ശരീരത്തിൽ തന്നുടെ കർമ്മഫലമനുസരിച്ച്, സ്വന്തം ശരീരത്തിൽ തന്നുടെ കർമ്മഫലമനുസരിച്ച്, ഈഹജന്മനി പൂർവജന്മനി, അത് എഴുതണ്ട, നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. കർമ്മഫലമനുസരിച്ച് യഥേഷ്ടം ചുറ്റി നടക്കുന്നു എന്ന് വെച്ചാൽ കർമ്മഫലമനുസരിച്ച് സ്വപ്നം അനുഭവിക്കുന്നു, ഇതാണ്. അല്ലാണ്ട് യഥേഷ്ടം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചുറ്റി നടക്കാനൊന്നും പറ്റില്ല.
നമ്മുടെ കർമ്മഫലം എന്താണോ അതനുസരിച്ച് സ്വപ്നം കാണുകയുള്ളൂ. ശാസ്ത്രം പറയുന്നതാണോ അല്ലേ? നമുക്ക് വേദമാണ് പ്രമാണം. വേദം എന്താ പറയുന്ന, ശ്രുതി എന്താ പറയുന്നത്? ഒരു ജീവാത്മാ തന്നുടെ കർമ്മഫലം അനുസരിച്ച്, പുണ്യപാപം അനുസരിച്ചാണ് ഈ ജന്മത്തിൽ സ്വപ്നം അനുഭവിക്കുന്നത്. അത് സുഖ സ്വപ്നമായിക്കോട്ടെ ദുഃഖ സ്വപ്നമായിക്കോട്ടെ. നമ്മളുടെ ദിനചര്യകൾ അല്ലെ നിത്യജീവിതത്തിലെ വാസനകൾ, നമ്മളുടെ ഇവയൊക്കെ നമ്മുടെ സ്വപ്നത്തെ സ്വാധീനിക്കും. അതാണ് ഇഹജന്മനി കർമ്മഫലം എന്ന് പറഞ്ഞത്. അല്ലെ നമ്മൾക്ക് പലരും നമ്മുടെയൊക്കെ അനുഭവം ഉണ്ടായിരിക്കും. നമുക്ക് ഒരു പരിചയമില്ലാത്തവരെ സ്വപ്നം കാണും, ഒരു പരിചയമില്ലാത്ത രാജ്യം കാണും അല്ലേ? അതൊക്കെ എന്തായിരിക്കും ശാസ്ത്രം പറയുന്നത്? നമ്മൾ ഈ ജന്മത്തിൽ അതിൻ്റെ സ്മൃതിയെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെ കേട്ട് കേൾവിയെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ചിത്രമെങ്കിലും കണ്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾക്കറിയാത്ത സ്വപ്നങ്ങൾ കാണുന്നത് പൂർവജന്മത്തിൻ്റെ കർമ്മഫലമാണ്. ആ വാസനയെ കൊണ്ടാണ് നമ്മൾ കാണുന്നത് എന്നാണ് ശ്രുതി പറയുന്നത്. അപ്പം അതാണ് ഇവിടെ എന്താണ്, തന്നോട് കർമ്മഫലം അനുസരിച്ചാണ് സ്വപ്നം അനുഭവിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നുകൂടെ പറയാം. മന്ത്രം 18 എന്താണ് പറഞ്ഞത്? ഒരാൾ സ്വപ്നം അനുഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ജന്മത്തെയോ മുജ്ജന്മങ്ങളുടെയോ പുണ്യപാപ കർമ്മഫലം അനുസരിച്ചാണ് സ്വപ്നം അനുഭവിക്കുന്നത്. അതിലുദാഹരണം പറഞ്ഞ്, ചിലപ്പോൾ ഒരാൾ മഹാരാജനായി സ്വപ്നം കാണും, ചിലപ്പോൾ ഒരാൾ മഹാബ്രാഹ്മണൻ എന്ന സ്വപ്നം കാണും. അപ്പോൾ ഇങ്ങനെ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ മഹാരാജാവായി കണ്ട നാളെ ഞാൻ ദരിദ്രനായിട്ടായിരിക്കും സ്വപ്നം കാണുക. അപ്പോൾ ഈ ഉയർച്ച താഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് അങ്ങനെ വരില്ല അല്ലേ? അതിനൊരു സമയമുണ്ട്. പക്ഷെ സ്വപ്നത്തിൽ വിത്തിൻ സെക്കൻഡ് നമ്മൾക്ക് ഈ ഉയർച്ച താഴ്ചകളും അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഉച്ചാവചം എന്ന വാക്ക് കണ്ടത്. അപ്പോൾ സ്വപ്നത്തിൽ ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടും. അത് കർമ്മഫലം കൊണ്ടാണ്. പിന്നെ മഹാരാജാവിൻ്റെ ഉദാഹരണം പറഞ്ഞു. മഹാരാജാവ് അപ്പോൾ തൻ്റെ ജീവിതത്തിൽ പരിവാരങ്ങളോടുകൂടിയായിരിക്കണം അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടത്. പക്ഷെ സ്വപ്നത്തിൽ എന്താ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അദ്ദേഹം പരിവാരമൊന്നും ഇല്ലാണ്ട് പുറത്തു പോയാൽ അദ്ദേഹത്തിനെ കൊല്ലാൻ ആളില്ല, ശത്രുക്കളില്ല മുന്നിൽ അല്ലേ? അദ്ദേഹത്തിന് കൂട്ടത്തോടെ വളയാനും ഒന്നും ആരുമില്ല. സ്വപ്നത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് മഹാരാജാവ്. അതുകൊണ്ട് സ്വപ്നത്തിൽ അദ്ദേഹത്തിന് പുറത്തു പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാം എന്ന് ഉദാഹരണം പറഞ്ഞു. അപ്പോൾ സ്വപ്നം എന്നത് അവസാനം എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത്? സ്വപ്നം എന്നത് നമ്മുടെ കർമ്മഫലം അനുസരിച്ചാണ് സ്വപ്ന ദർശനം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 18ാമത്തെ മന്ത്രം അവസാനിക്കുന്നത്. നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കും, സ്വപ്നത്തിൽ വിശക്കണതായിട്ട് സ്വപ്നം കാണും അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് തന്നെ ഈ ഉയർച്ച താഴ്ച കാണാവുന്നതാണ് അല്ലേ? അല്ലെങ്കിൽ വിശന്ന് കിടക്കുകയാണ്, സ്വപ്നത്തിൽ എനിക്ക് വയറ് നിറച്ചു ഭക്ഷണം കിട്ടി അല്ല, സ്വപ്നത്തിൽ എൻ്റെ വിശപ്പ് മാറി. പക്ഷെ എഴുന്നേൽക്കുമ്പോൾ വിശന്നുകൊണ്ടായിരിക്കും എഴുന്നേൽക്കുക. കാരണം എന്താ, രാത്രിയിൽ പട്ടിണിയായിട്ടാണ് കടന്നതെങ്കിൽ. ഇങ്ങനെ ഈ ഉയർച്ച താഴ്ചയൊക്കെ നമുക്ക് കാണാം അല്ലേ? ചിലപ്പോൾ ആളുകൾ കഴുത്തിൽ വന്ന് പിടിക്കുന്നതായിട്ട് സ്വപ്നം കാണാം അല്ലേ? നമ്മൾ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ ആരുമില്ല അല്ലേ, ഞാൻ ഒറ്റയ്ക്ക് അല്ല. ഇതാണ് ഉയർച്ച താഴ്ച. ഇങ്ങനത്തെയൊക്കെ വിവിധങ്ങളായ ഉയർച്ച താഴ്ചകൾ നമുക്ക് സ്വപ്നത്തിൽ. ചിലപ്പോൾ ഞാൻ കിടന്നുറങ്ങുമ്പോൾ സ്ത്രീ ആയിട്ടായിരിക്കും ഉറങ്ങുന്നത്, സ്വപ്നത്തിൽ ഞാൻ പുരുഷനാകുന്നതായിട്ട് സ്വപ്നം കാണും. അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ പുരുഷനായിട്ടായിരിക്കും ഉറങ്ങുന്നത്, സ്വപ്നത്തിൽ ഞാൻ സ്ത്രീയായി മാറി എന്നുള്ള സ്വപ്നം വരാം. ഇതൊക്കെയാണ് ഉയർച്ച താഴ്ചകൾ. ഇങ്ങനെ നമുക്ക് ഒരിക്കലും നമ്മുടെ നിത്യജീവിതവുമായി കണക്ട് ചെയ്യാൻ പറ്റാത്തത്ര വൈരുദ്ധ്യങ്ങളുണ്ടാകും സ്വപ്നത്തിൽ എന്ന് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് പഠിച്ചത്. സ്വപ്നം എന്നത് നമ്മുടെ കയ്യിലല്ല. സ്വപ്നാനുഭവം എന്നത് ശാസ്ത്രം പറയുന്നത് ഞാൻ ഈ ജന്മം ചെയ്ത പുണ്യപാപമോ അല്ലെങ്കിൽ പൂർവജന്മം ചെയ്ത പൂർവകൃത പുണ്യപാപം അതിൻ്റെ പരിണിത ഫലം അനുസരിച്ചാണ് ഞാൻ സ്വപ്നം അനുഭവിക്കുന്നത്.
ഇത്രയേ അജാതശത്രു എന്ന് ഗാർഗനോട് പറഞ്ഞുള്ളൂ. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.